അധ്യായം 21 സൂറത്തുൽ അംബിയാ. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 112. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങളുടെ വിചാരണ ഇതാ അടുത്തു കഴിഞ്ഞിരിക്കുന്നു, അവരാകട്ടെ അതിനെക്കുറിച്ച് അശ്രദ്ധയിലായി തിരിഞ്ഞുകളയുന്നവരാണ്. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലാ ഇസ്തമഊഹു വഹും യൽഅബൂൻ. തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് പുതുതായി ഏതൊരു ഉത്ബോധനം വന്നു കിട്ടുമ്പോഴും അവരത് പരിഹാസഭാവത്തിൽ മാത്രമാണ് കേൾക്കുന്നത്. ലാഹിയതൻ ഖുലൂബുഹും വഅസറു النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. അവരുടെ ഹൃദയങ്ങൾ അതിനെക്കുറിച്ച് ബോധരഹിതമായ നിലയിൽ ഇയാൾ മുഹമ്മദ് നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ തന്നെയല്ലേ, എന്നിട്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആ കൺകെട്ട് വിദ്യയിൽ നിങ്ങൾ ചെന്ന് ചാടുകയാണോ എന്ന് ആ അക്രമകാരികൾ പരസ്പരം രഹസ്യം പറയുന്നു. قال ربي يعلم القول في السماء والأرض وهو السميع العليم. അദ്ദേഹം നബി പറഞ്ഞു, ആകാശത്തും ഭൂമിയിലും വെച്ച് പറയുന്നതെല്ലാം എന്റെ റബ്ബ് അറിയുന്നുണ്ട്, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون. അത്രയുമല്ല, ആ അക്രമികൾ പറഞ്ഞു, മുഹമ്മദ് പറയുന്നത് ദുസ്വപ്ന വൃത്താന്തങ്ങളാണ്, അതല്ല സ്വയം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണവ, അതുമല്ല ഇയാളൊരു കവിയാകുന്നു. എന്നാൽ പ്രവാചകനാണെങ്കിൽ പൂർവ്വ പ്രവാചകന്മാർ അയക്കപ്പെട്ടിരുന്നത് പോലെ ഇയാൾ നമുക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തരട്ടെ. മാ ആമനത് ഖബ്ലഹും മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ അഫഹും യുഅ്മിനൂൻ. ഇവർക്ക് മുമ്പായി നാം നശിപ്പിച്ചു കളഞ്ഞ ഒരു നാട്ടുകാരും നമ്മുടെ ദൃഷ്ടാന്തം കണ്ടിട്ട് സത്യത്തിൽ വിശ്വസിക്കുകയുണ്ടായിട്ടില്ല എന്നിരിക്കെ ഇവർ വിശ്വസിക്കുമോ? വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലൂ أهل الذكر إن كنتم لا تعلمون. നബിയെ, താങ്കൾക്ക് മുമ്പും പുരുഷന്മാരെ മാത്രമാണ് നാം ദൂതന്മാരായി അയച്ചിരുന്നത്. അവർക്ക് നമ്മുടെ സന്ദേശം നൽകുന്നു. അതുകൊണ്ട് സത്യനിഷേധികളെ, നിങ്ങൾക്കിതറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചു നോക്കൂ. وما جعلناهم جسدا لا يأكلون الطعام وما كانوا خالدين. നാം അവരെ ഭക്ഷണം കഴിക്കാത്ത ദേഹങ്ങളാക്കിയിട്ടില്ല, ഇവിടെ ശാശ്വതമായി ജീവിച്ചിരുന്നിട്ടുമില്ലവർ. ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين. പിന്നീട് നമ്മുടെ വാഗ്ദാനം അവർക്ക് നാം സാക്ഷാത്കരിച്ചു കൊടുത്തു. അങ്ങനെ അവരെയും നാം ഉദ്ദേശിച്ച മറ്റുള്ളവരെയും നാം രക്ഷപ്പെടുത്തുകയും അതിരുവിട്ട് പ്രവർത്തിച്ചവരെ നശിപ്പിക്കുകയും ചെയ്തു. لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. തീർച്ചയായും നിങ്ങളുടെ അടുക്കലേക്ക് നാം ഒരു വേദം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു, അതിൽ നിങ്ങൾക്കുള്ള ഉപദേശമുണ്ട്, ഇനിയും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين. അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ധാരാളം നാട്ടുകാരെ നാം ഉന്മൂലനം ചെയ്യുകയും അവരുടെ നാശത്തിന് ശേഷം മറ്റൊരു ജനതയെ നാം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. فلما
أحسوا بأسنا إذا هم منها يركضون. അങ്ങനെ നമ്മുടെ ശിക്ഷ അനുഭവിച്ചറിഞ്ഞപ്പോൾ അവരതാ അതിൽ നിന്ന് കുതിച്ചോടിപ്പോകുന്നു. لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون. അപ്പോൾ അവരോട് പറയപ്പെട്ടു, നിങ്ങൾ ഓടിപ്പോകേണ്ട, നിങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന സുഖസൗകര്യങ്ങളിലേക്കും വാസസ്ഥലങ്ങളിലേക്കും നിങ്ങൾ മടങ്ങിക്കൊള്ളുക. നിങ്ങളോട് അവിടെ വെച്ച് വല്ലതും ചോദിക്കപ്പെട്ടേക്കാം. قالوا يا ويلنا إنا كنا ظالمين. അവർ പറഞ്ഞു, ഹാ ഞങ്ങളുടെ നാശം, തീർച്ചയായും ഞങ്ങൾ അക്രമികൾ തന്നെയായിരുന്നു. فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين. അങ്ങനെ അവരെ നാം കൊയ്തെടുത്ത ധാന്യം പോലെയും കെട്ടടങ്ങിയ തീ പോലെയും ആക്കിക്കളയുന്നതുവരെ ആ വാക്കുതന്നെ അവരുടെ വിഫലമായ നിലവിളിയായിക്കൊണ്ടിരുന്നു. وما خلقنا السماء والأرض وما بينهما لاعبين. ആകാശഭൂമികളെയും അവർക്കിടയിലുള്ള വസ്തുക്കളെയും നാം വിനോദാർത്ഥം സൃഷ്ടിച്ചതല്ല. لو أردنا أن نتخذ لهوا لاتخذناه من لدنا إن كنا فاعلين. ഒരു വിനോദമുണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ അടുക്കൽ നിന്നു തന്നെ അതുണ്ടാക്കുമായിരുന്നു, നാം അത് ചെയ്യുമായിരുന്നെങ്കിൽ. بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون. എന്നാൽ നാം സത്യം കൊണ്ട് അസത്യത്തിന്റെ മേലെറിയുന്നു, അപ്പോൾ സത്യം അസത്യത്തെ തകർത്തുകളയും. ഉടനെ അസത്യമതാ നാമാവശേഷമായി പോകുന്നു. സത്യനിഷേധികളെ, നിങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്നത് നിമിത്തം നിങ്ങൾക്ക് വമ്പിച്ച നാശം. وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون. ആകാശഭൂമികളിലുള്ളവരെല്ലാം തന്നെ അല്ലാഹുവിന്റേതാണ്. തന്റെ അടുക്കലുള്ളവർ അവന് ഇബാദത്ത് ചെയ്യുന്നതിനെപ്പറ്റി അഹംഭാവം നടിക്കുകയില്ല, അവർ ക്ഷീണിതരായി പോകുകയുമില്ല. يسبحون الليل والنهار لا يفترون. അവർ രാവും പകലും അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യുന്നു, അവർ തളരുന്നില്ല. أم اتخذوا آلهة من الأرض هم ينشرون. അതല്ല, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ചില ഇലാഹുകളെ ഈ ഭൂമിയിലുള്ള ചില സാധനങ്ങളിൽ നിന്നും അവർ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ടോ? لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون. ആകാശഭൂമികളിൽ അല്ലാഹുവല്ലാതെ മറ്റു വല്ല ഇലാഹുകളുമുണ്ടായിരുന്നുവെങ്കിൽ അത് രണ്ടും നശിച്ചു പോകുമായിരുന്നു. അപ്പോൾ അർശിന്റെ നാഥനായ അല്ലാഹു അവർ പറയുന്നതിൽ നിന്നെല്ലാം എത്ര പരിശുദ്ധൻ. لا يسأل عما يفعل وهم يسألون. അവൻ ചെയ്യുന്നതിനെപ്പറ്റി അവനോട് ചോദിക്കപ്പെടുകയില്ല, എന്നാൽ അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അവർ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. أم اتخذوا من دونه آلهة قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي بل أكثرهم لا يعلمون الحق فهم معرضون. അതല്ല, അവന് പുറമേ ചില ഇലാഹുകളെ സ്ഥാപിച്ചിരിക്കുകയാണോ അവർ? താങ്കൾ പറയുക, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തെളിവുകൾ കൊണ്ടുവരിക. ഇതാ എന്റെ കൂടെയുള്ളവരുടെ വേദവും, എന്നാൽ അവരിൽ അധികം ആളുകളും സത്യം ഗ്രഹിക്കുന്നില്ല. തന്നിമിത്തം അവർ പിന്തിരിഞ്ഞു കളയുന്നവരാകുന്നു. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا
تعبدون. ഓ നബിയെ, തീർച്ചയായും ഞാനല്ലാതെ വേറൊരു ഇലാഹുമില്ല, അതുകൊണ്ട് എനിക്ക് ഇബാദത്ത് ചെയ്യുക എന്ന് സന്ദേശമറിയിക്കാതെ താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. وقالوا اتخذ الرحمن ولدا سبحانه بل عباد مكرمون. കരുണാനിധിയായ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അവിശ്വാസികൾ പറയുന്നു. അവൻ എത്ര പരിശുദ്ധൻ, എന്നാൽ അവർ ആദരണീയമായ ദാസന്മാരാകുന്നു. لا يسبقونه بالقول وهم بأمره يعملون. അവനെ മുൻകടന്നവർ സംസാരിക്കുന്നതല്ല, അവന്റെ കൽപ്പനയനുസരിച്ച് മാത്രം അവർ പ്രവർത്തിക്കുന്നു. يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون. അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അവർ ശുപാർശ ചെയ്യുന്നതല്ല. അവനോടുള്ള ബഹുമാന ഭയത്താൽ അവർ പേടിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. ومن يقل منهم إني إله من دونه فذلك نجزيه جهنم كذلك نجزي الظالمين. ഞാൻ അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹാണെന്ന് അവരിൽ ആരെങ്കിലും പറയുന്ന പക്ഷം അവന് നാം നരകത്തെ പ്രതിഫലം കൊടുക്കുന്നതാണ്. അപ്രകാരമാണ് അക്രമികൾക്ക് നാം പ്രതിഫലം നൽകുക. أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون. സത്യനിഷേധികൾ അറിഞ്ഞിട്ടില്ലേ? തീർച്ചയായും ആകാശങ്ങളും ഭൂമിയും അടഞ്ഞു നിൽക്കുന്നതായിരുന്നു. എന്നിട്ട് അവ രണ്ടിനെയും നാം പിളർത്തി, എല്ലാ വസ്തുക്കളെയും നാം വെള്ളത്തിൽ നിന്നുണ്ടാക്കുകയും ചെയ്തു. എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ? وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا سبلا لعلهم يهتدون. ഭൂമി മനുഷ്യരെയും കൊണ്ട് ചരിഞ്ഞു പോകാതിരിക്കേണ്ടതിന് അതിൽ നാം ചില ഉറച്ച പർവ്വതങ്ങളെ സ്ഥാപിച്ചിരിക്കുന്നു. അവർ തങ്ങളുടെ ഉദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തിച്ചേരേണ്ടതിനായി അതിൽ വിശാലമായ പല വഴികൾ നാം ഏർപ്പെടുത്തുകയും ചെയ്തു. وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون. ആകാശത്ത് സുരക്ഷിതമായൊരു മേൽപ്പുര പോലെ നാം ആക്കി, എന്നാൽ ഇവരാകട്ടെ അതിലെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നവരാണ്. وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون. രാത്രിയെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചതവനാണ്. അവയോരോന്നും അതിന്റെ ഭ്രമണപഥത്തിൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون. നബിയെ, താങ്കളുടെ മുമ്പ് ഒരു മനുഷ്യനും ഇഹലോകത്ത് ശാശ്വത ജീവിതം നാം നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല. എന്നിരിക്കെ താങ്കൾ മരണപ്പെട്ടിട്ട് അവർ ശാശ്വതമായി ജീവിക്കുമോ? كل نفس ذائقة الموت وَنَبْلُوكُمْ بِالشَّرِّ وَالْخَيْرِ فِتْنَةً وَإِلَيْنَا تُرْجَعُونَ. എല്ലാ മനുഷ്യരും മരണമാസ്വദിക്കുന്നതാണ്. തിന്മ കൊണ്ടും നന്മ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുകയും അവസാനം നമ്മുടെ അടുത്തേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. وَإِذَا رَآكَ الَّذِينَ كَفَرُوا إِن يَتَّخِذُونَكَ إِلَّا هُزُوًا أَهَذَا الَّذِي يَذْكُرُ آلِهَتَكُمْ وَهُمْ بِذِكْرِ الرَّحْمَنِ هُمْ كَافِرُونَ. ഇവനാണോ നിങ്ങളുടെ ദൈവങ്ങളെ കുറവ് പറയുന്നവൻ എന്ന് പറഞ്ഞ് സത്യനിഷേധികൾ താങ്കളെ കണ്ടാൽ പരിഹസിക്കുക തന്നെ ചെയ്യുന്നു. അവരാകട്ടെ കരുണാനിധിയായ അള്ളാഹുവിന്റെ ഉത്ബോധനത്തെ നിഷേധിക്കുന്നവരുമാണ്. خُلِقَ الْإِنسَانُ مِنْ عَجَلٍ سَأُرِيكُمْ آيَاتِي فَلَا تَسْتَعْجِلُونَ. മനുഷ്യൻ ജന്മനാ ധൃതി കൂട്ടുന്നവനാകുന്നു.
എന്റെ ദൃഷ്ടാന്തങ്ങൾ, ശിക്ഷകൾ പിന്നീട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. അതിനാൽ എന്നോട് നിങ്ങൾ ധൃതി കൂട്ടരുത്. وَيَقُولُونَ مَتَى هَذَا الْوَعْدُ إِن كُنتُمْ صَادِقِينَ. നിങ്ങൾ സത്യവാദികളാണെങ്കിൽ ആ താക്കീത് എപ്പോഴാണുണ്ടാവുക എന്നവർ ചോദിക്കുന്നു. لَوْ يَعْلَمُ الَّذِينَ كَفَرُوا حِينَ لَا يَكُفُّونَ عَنْ وُجُوهِهِمُ النَّارَ وَلَا عَنْ ظُهُورِهِمْ وَلَا هُمْ يُنصَرُونَ. തങ്ങളുടെ മുഖങ്ങളിൽ നിന്നോ മുതുകുകളിൽ നിന്നോ നരകാഗ്നി തടയാൻ കഴിയാതെ വരികയും തങ്ങൾക്ക് സഹായം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തെക്കുറിച്ച് സത്യനിഷേധികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരിങ്ങനെ ധൃതി കൂട്ടുമായിരുന്നില്ല. بل تأتيهم بغتة فتبهتهم فلا يستطيعون ردها ولا هم ينظرون. എന്നാൽ അതവർക്ക് പെട്ടെന്നാണ് വന്നെത്തുക. തന്നിമിത്തം അതവരെ അമ്പരപ്പിച്ചു കളയും. അപ്പോൾ അതിനെ തടുക്കാൻ അവർക്ക് കഴിയുന്നതല്ല, അവർക്ക് ഇട നൽകപ്പെടുന്നതുമല്ല. وَلَقَدِ اسْتُهْزِئَ بِرُسُلٍ مِّن قَبْلِكَ فَحَاقَ بِالَّذِينَ سَخِرُوا مِنْهُم مَّا كَانُوا بِهِ يَسْتَهْزِئُونَ. നബിയേ, താങ്കൾക്ക് മുമ്പ് പല റസൂലുകളും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. തന്നിമിത്തം ആ പരിഹാസകരിൽ അവർ ഏതൊന്നിനെക്കുറിച്ച് പരിഹസിച്ചിരുന്നുവോ അത്, ആ ശിക്ഷ വന്നെത്തി. قُلْ مَن يَكْلَؤُكُم بِاللَّيْلِ وَالنَّهَارِ مِنَ الرَّحْمَنِ بَلْ هُمْ عَن ذِكْرِ رَبِّهِم مُّعْرِضُونَ. താങ്കൾ ചോദിക്കുക, കരുണാനിധിയായ അല്ലാഹുവല്ലാതെ രാവിലും പകലിലും നിങ്ങളെ കാത്തുരക്ഷിക്കുന്നതാരാണ്? എന്നാൽ അവർ തങ്ങളുടെ റബ്ബിനെ ഓർക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നവരാകുന്നു. أَمْ لَهُمْ آلِهَةٌ تَمْنَعُهُم مِّن دُونِنَا لَا يَسْتَطِيعُونَ نَصْرَ أَنفُسِهِمْ وَلَا هُم مِّنَّا يُصْحَبُونَ. അഥവാ നമ്മെ കൂടാതെ അവരെ രക്ഷിക്കുന്ന പല ഇലാഹുകളും അവർക്കുണ്ടോ? ആ ഇലാഹുകൾക്ക് അവരെ തന്നെ സഹായിക്കാൻ കഴിയുന്നതല്ല, നമ്മിൽ നിന്നും അവർ സഹായിക്കപ്പെടുന്നതുമല്ല. بل متعنا هؤلاء وآباءهم حتى طال عليهم العمر أفلا يرون أنا نأتي الأرض ننقصها من أطرافها أفهم الغالبون. പക്ഷേ ഇവർക്കും ഇവരുടെ പൂർവ്വപിതാക്കൾക്കും നാം ജീവിതസുഖം നൽകി, അങ്ങനെ അവർക്ക് ആയുഷ്കാലം ദീർഘിച്ചു. എന്നാൽ ഭൂമിയെ അതിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നാം ചുരുക്കിക്കൊണ്ട് വരുന്നതിവർ കാണുന്നില്ലേ? അപ്പോൾ ഇവർ വിജയികളാകുമോ? قُلْ إِنَّمَا أُنذِرُكُم بِالْوَحْيِ وَلَا يَسْمَعُ الصُّمُّ الدُّعَاءَ إِذَا مَا يُنذَرُونَ. താങ്കൾ പറയുക, അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം മുഖേന തന്നെയാണ് ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നത്. പക്ഷേ ബദിരരെ വിളിച്ച് താക്കീത് ചെയ്യപ്പെടുമ്പോൾ അവരാ വിളി കേൾക്കുകയില്ലല്ലോ. وَلَئِن مَّسَّتْهُمْ نَفْحَةٌ مِّنْ عَذَابِ رَبِّكَ لَيَقُولُنَّ يَا وَيْلَنَا إِنَّا كُنَّا ظَالِمِينَ. തീർച്ചയായും താങ്കളുടെ റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് ലഘുവായൊരംശം അവരെ ഒറ്റ പ്രാവശ്യം സ്പർശിച്ചു കഴിഞ്ഞാൽ, ഹാ ഞങ്ങളുടെ നാശം, തീർച്ചയായും ഞങ്ങൾ അക്രമികളായി തീർന്നല്ലോ എന്നവർ പറയുക തന്നെ ചെയ്യും. وَنَضَعُ الْمَوَازِينَ الْقِسْطَ لِيَوْمِ الْقِيَامَةِ فَلَا تُظْلَمُ نَفْسٌ شَيْئًا وَإِن كَانَ مِثْقَالَ حَبَّةٍ مِّنْ خَرْدَلٍ أَتَيْنَا بِهَا وَكَفَى بِنَا حَاسِبِينَ. അന്ത്യനാളിൽ നീതിപൂർവകമായ തുലാസ് നാം ഹാജരാക്കും. അപ്പോൾ ഒരാളും ഒട്ടും ദ്രോഹിക്കപ്പെടുകയില്ല. മനുഷ്യന്റെ കർമ്മം ഒരു കടുകുമണി തൂക്കമായിരുന്നാലും അത് നാം കൊണ്ടുവരുന്നതാണ്. കണക്കാക്കുവാൻ നാം തന്നെ മതി. وَلَقَدْ آتَيْنَا مُوسَى وَهَارُونَ الْفُرْقَانَ وَضِيَاءً وَذِكْرًا لِلْمُتَّقِينَ.
തീർച്ചയായും മൂസാ നബിക്കും ഹാറൂൻ നബിക്കും നാം സത്യാസത്യ വിവേചന ഗ്രന്ഥം തൗറാത്തും പ്രകാശവും ഭക്തന്മാർക്ക് ഉത്ബോധനവും നൽകിയിട്ടുണ്ട്. الذين يخشون ربهم بالغيب وهم من الساعة مشفقون. തങ്ങളുടെ റബ്ബിനെ നേരിട്ട് കാണാതെ തന്നെ ഭയപ്പെടുന്നവരാണവർ. അവർ അന്ത്യനാളിനെ കുറിച്ച് പേടിക്കുന്നവരുമാണ്. وَلَقَدْ آتَيْنَا إِبْرَاهِيمَ رُشْدَهُ مِنْ قَبْلُ وَكُنَّا بِهِ عَالِمِينَ. ഇത് ഖുർആൻ നാം അവതരിപ്പിച്ച അനുഗ്രഹീതമായ ഒരു ഉത്ബോധനമാകുന്നു. എന്നിട്ടും ഇതിനെ നിങ്ങൾ നിഷേധിക്കുന്നവരാണോ? وَلَقَدْ آتَيْنَا إِبْرَاهِيمَ رُشْدَهُ مِنْ قَبْلُ وَكُنَّا بِهِ عَالِمِينَ. തീർച്ചയായും ഇബ്രാഹിം അലൈഹിസ്സലാമിന് അദ്ദേഹത്തോട് യോജിച്ച സന്മാർഗബോധം അതിനു മുമ്പ് തന്നെ നാം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്കറിവുണ്ടായിരുന്നു. إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون. അദ്ദേഹം തന്റെ പിതാവിനോടും ജനതയോടും ചോദിച്ച സന്ദർഭം ഓർക്കുക. നിങ്ങൾ ഭജനമിരിക്കുന്ന ഈ പ്രതിമകൾ എന്താകുന്നു? قالوا وجدنا آباءنا لها عابدين. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കൾ ഇവയ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. قال لقد كنتم أنتم وآباؤكم في ضلال مبين. അദ്ദേഹം പ്രസ്താവിച്ചു, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും വ്യക്തമായ ദുർമാർഗത്തിലാണ്. قالوا أجئتنا بالحق أم أنت من اللاعبين. അവർ ചോദിച്ചു, നീ ഞങ്ങളുടെ അടുത്ത് സത്യവും കൊണ്ടുവന്നതാണോ, അതല്ല നീ തമാശക്കാരിൽപ്പെട്ടവനോ? قال بل ربكم رب السماوات والأرض الذي فطرهن وأنا على ذلكم من الشاهدين. അദ്ദേഹം പറഞ്ഞു, തമാശയല്ല, ആകാശഭൂമികളെ സൃഷ്ടിച്ച് അവയെ സംരക്ഷിച്ചു പോരുന്നവനാണ് നിങ്ങളുടെ റബ്ബ്. ഞാനതിന് സാക്ഷ്യം വഹിക്കുന്നവരിൽ പെട്ടവനുമാണ്. وَتَاللَّهِ لَأَكِيدَنَّ أَصْنَامَكُمْ بَعْدَ أَن تُوَلُّوا مُدْبِرِينَ. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങൾ പിരിഞ്ഞുപോയതിനു ശേഷം ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. فَجَعَلَهُمْ جُذَاذًا إِلَّا كَبِيرًا لَهُمْ لَعَلَّهُمْ إِلَيْهِ يَرْجِعُونَ. അങ്ങനെ അവരുടെ ഒരു വലിയ വിഗ്രഹമൊഴിച്ച് മറ്റെല്ലാം നബി കഷ്ണങ്ങളാക്കി അവർ വലിയതിന്റെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. قالوا من فعل هذا بآلهتنا إنه لمن الظالمين. അവർ ചോദിച്ചു, നമ്മുടെ ഇലാഹുകളെ കൊണ്ട് ഇത് ചെയ്തത് ആരാണ്? തീർച്ചയായും അവൻ അക്രമികളിൽപ്പെട്ടവൻ തന്നെയാകുന്നു. قالوا سمعنا فتى يذكرهم يقال له إبراهيم. ചിലർ പറഞ്ഞു, ഇബ്രാഹിം എന്ന് പേരുള്ളൊരു യുവാവ് ഈ ഇലാഹുകളെ ആക്ഷേപിച്ചു പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. قالوا فأتوا به على أعين الناس لعلهم يشهدون. അവർ കൽപ്പിച്ചു, എന്നാൽ അവനെ ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരിക, അവർ സാക്ഷി പറയുന്നതിനു വേണ്ടി. قالوا أأنت فعلت هذا بآلهتنا يا إبراهيم. അവർ ചോദിച്ചു, ഓ ഇബ്രാഹിം, നീയാണോ ഞങ്ങളുടെ ഇലാഹുകളെ കൊണ്ട് ഇത് ചെയ്തത്? قال بل فعله كبيرهم هذا فاسألوهم إن كانوا ينطقون. അദ്ദേഹം പറഞ്ഞു, എന്നാൽ അത് അവരിലുള്ള ഈ വലിയവൻ ചെയ്തതാണ്. അവർ സംസാരിക്കുമെങ്കിൽ അവരോട് തന്നെ ചോദിച്ചു കൊള്ളുക. فرجعوا إلى أنفسهم فقالوا إنكم أنتم الظالمون.
അപ്പോൾ അവർ ചിന്തിച്ചു, എന്നിട്ട് അവർ പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ അക്രമികൾ തന്നെയാണ്. ثم نكسوا على رؤوسهم لقد علمت ما هؤلاء ينطقون. പിന്നീട് മുൻസ്ഥിതിയിലേക്ക് തന്നെ അവർ മടക്കപ്പെട്ടു. ഈ ദൈവങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുകയില്ലെന്ന് തീർച്ചയായും നിനക്കറിയാമല്ലോ എന്നവർ പറഞ്ഞു. قال أفتعبدون من دون الله ما لا ينفعكم شيئا ولا يضركم. അപ്പോൾ അള്ളാഹുവിന് പുറമേ ഒരുവിധ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വസ്തുക്കൾക്കാണോ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. أُفٍّ لَكُمْ وَلِمَا تَعْبُدُونَ مِن دُونِ اللَّهِ أَفَلَا تَعْقِلُونَ. നിങ്ങളും അള്ളാഹുവിന് പുറമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന വസ്തുക്കളും വളരെ മോശം തന്നെ. നിങ്ങൾ ബുദ്ധിപൂർവം ചിന്തിക്കുന്നില്ലേ? قَالُوا حَرِّقُوهُ وَانصُرُوا آلِهَتَكُمْ إِن كُنتُمْ فَاعِلِينَ. അവർ പറഞ്ഞു, നിങ്ങൾ വല്ല നടപടിയും എടുക്കുന്നെങ്കിൽ ഇവനെ ചുട്ടരിക്കുകയും നിങ്ങളുടെ ഇലാഹുകളെ സഹായിക്കുകയും ചെയ്യുക. قُلْنَا يَا نَارُ كُونِي بَرْدًا وَسَلَامًا عَلَى إِبْرَاهِيمَ. നാം ഉത്തരവിട്ടു, ഓ അഗ്നി, നീ ഇബ്രാഹീമിന് ശീതളവും രക്ഷയുമായി തീരുക. وَأَرَادُوا بِهِ كَيْدًا فَجَعَلْنَاهُمُ الْأَخْسَرِينَ. അവർ അദ്ദേഹത്തെ കൊണ്ടൊരു കുതന്ത്രം ഉദ്ദേശിച്ചു, എന്നാൽ അവരെ തന്നെ ഏറ്റവും നഷ്ടപ്പെട്ടവരാക്കുകയാണ് നാം ചെയ്തത്. وَنَجَّيْنَاهُ وَلُوطًا إِلَى الْأَرْضِ الَّتِي بَارَكْنَا فِيهَا لِلْعَالَمِينَ. അദ്ദേഹത്തെയും ലൂത്ത് നബിയെയും ലോകജനതയ്ക്ക് അനുഗ്രഹം ചെയ്തു വെച്ച ഭൂമിയിലേക്ക് നാം രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുകയും ചെയ്തു. وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ نَافِلَةً وَكُلًّا جَعَلْنَا صَالِحِينَ. അദ്ദേഹത്തിന് നാം ഇസ്ഹാക്കിനെയും കൂടുതലായി യാക്കൂബിനെയും ദാനമായി നൽകി അവരെയെല്ലാം നാം സദ്വൃത്തരാക്കുകയും ചെയ്തു. وَجَعَلْنَاهُمْ أَئِمَّةً يَهْدُونَ بِأَمْرِنَا وَأَوْحَيْنَا إِلَيْهِمْ فِعْلَ الْخَيْرَاتِ وَإِقَامَ الصَّلَاةِ وَإِيتَاءَ الزَّكَاةِ وَكَانُوا لَنَا عَابِدِينَ. നാം അവരെ നമ്മുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് മാർഗദർശനം ചെയ്യുന്ന നേതാക്കളുമാക്കി നന്മ ചെയ്യാനും നിസ്കാരം നിലനിർത്താനും സക്കാത്ത് കൊടുക്കാനും നാം അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. അവരെല്ലാം നമുക്ക് ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു. وَلُوطًا آتَيْنَاهُ حُكْمًا وَعِلْمًا وَنَجَّيْنَاهُ مِنَ الْقَرْيَةِ الَّتِي كَانَتْ تَعْمَلُ الْخَبَائِثَ إِنَّهُمْ كَانُوا قَوْمَ سَوْءٍ فَاسِقِينَ. ലൂത്ത് നബിക്ക് നാം ന്യായവിധിയും വിജ്ഞാനവും നൽകി. ദുർവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നാട്ടിൽ നിന്നും അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി. തീർച്ചയായും ആ നാട്ടുകാർ ധിക്കാരികളായ ചീത്ത ജനതയായിരുന്നു. وَأَدْخَلْنَاهُ فِي رَحْمَتِنَا إِنَّهُ مِنَ الصَّالِحِينَ. നമ്മുടെ അനുഗ്രഹീതരിൽ അദ്ദേഹത്തെ നാം ഉൾപ്പെടുത്തുകയും ചെയ്തു. തീർച്ചയായും അദ്ദേഹം സദ്വൃത്തരിൽപ്പെട്ട ഒരാളാകുന്നു. وَنُوحًا إِذْ نَادَى مِن قَبْلُ فَاسْتَجَبْنَا لَهُ فَنَجَّيْنَاهُ وَأَهْلَهُ مِنَ الْكَرْبِ الْعَظِيمِ. നൂഹ് അലൈഹിസ്സലാമിനെയും ഓർക്കുക. മേൽപ്പറഞ്ഞവർക്ക് മുമ്പ് അദ്ദേഹം പ്രാർത്ഥിച്ച സന്ദർഭം. അപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. അങ്ങനെ അദ്ദേഹത്തെയും കുടുംബത്തെയും മഹാദുഃഖത്തിൽ നിന്നും നാം രക്ഷപ്പെടുത്തി. وَنَصَرْنَاهُ مِنَ الْقَوْمِ الَّذِينَ كَذَّبُوا بِآيَاتِنَا إِنَّهُمْ كَانُوا قَوْمَ سَوْءٍ فَأَغْرَقْنَاهُمْ أَجْمَعِينَ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച ജനങ്ങളിൽ നിന്നും നാം അദ്ദേഹത്തെ തടഞ്ഞു രക്ഷിക്കുകയും ചെയ്തു. തീർച്ചയായും അവർ ഒരു ദുഷിച്ച ജനതയായിരുന്നു. തന്നിമിത്തം അവരെ ഒന്നടങ്കം നാം വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു.
وَدَاوُودَ وَسُلَيْمَانَ إِذْ يَحْكُمَانِ فِي الْحَرْثِ إِذْ نَفَشَتْ فِيهِ غَنَمُ الْقَوْمِ وَكُنَّا لِحُكْمِهِمْ شَاهِدِينَ. ദാവൂദ് നബിയെയും സുലൈമാൻ നബിയെയും ഓർക്കുക. ഒരു കൃഷിയുടെ കാര്യത്തിൽ അവർ രണ്ടുപേരും വിധി കൽപ്പിച്ച സന്ദർഭം. ദാവൂദ് നബിയുടെ ജനതയിൽ ചിലരുടെ ആടുകൾ അതിൽ രാത്രി കടന്നു മേഞ്ഞപ്പോൾ അവരുടെ വിധിക്ക് നാം സാക്ഷിയായിരുന്നു. فَفَهَّمْنَاهَا سُلَيْمَانَ وَكُلًّا آتَيْنَا حُكْمًا وَعِلْمًا وَسَخَّرْنَا مَعَ دَاوُودَ الْجِبَالَ يُسَبِّحْنَ وَالطَّيْرَ وَكُنَّا فَاعِلِينَ. എന്നിട്ട് സുലൈമാൻ നബിക്ക് യുക്തമായ വിധത്തിൽ നാം അത് ഗ്രഹിപ്പിച്ചു. അവർ രണ്ടുപേർക്കും ന്യായവിധിയും വിജ്ഞാനവും നാം നൽകിയിരുന്നു. ദാവൂദ് നബിയോടൊപ്പം അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യുന്ന സ്ഥിതിയിൽ പർവ്വതങ്ങളെയും പക്ഷികളെയും നാം അധീനമാക്കി കൊടുത്തു. ഇങ്ങനെയെല്ലാമാണ് നാം പ്രവർത്തിച്ചിരുന്നത്. وَعَلَّمْنَاهُ صَنْعَةَ لَبُوسٍ لَكُمْ لِتُحْصِنَكُم مِّن بَأْسِكُمْ فَهَلْ أَنتُمْ شَاكِرُونَ. പരസ്പരമുണ്ടാകുന്ന യുദ്ധങ്ങളിൽ രക്ഷിക്കേണ്ടതിനായി നിങ്ങൾക്ക് വേണ്ടി കവച നിർമ്മാണം അദ്ദേഹത്തിന് നാം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ടും നിങ്ങൾ നന്ദി കാട്ടുന്നവരാണോ? وَلِسُلَيْمَانَ الرِّيحَ عَاصِفَةً تَجْرِي بِأَمْرِهِ إِلَى الْأَرْضِ الَّتِي بَارَكْنَا فِيهَا وَكُنَّا بِكُلِّ شَيْءٍ عَالِمِينَ. ശക്തിയായി അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയിൽ സുലൈമാൻ നബിക്ക് കാറ്റിനെ നാം അധീനപ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിന്റെ കൽപ്പനയനുസരിച്ച് നാം അനുഗ്രഹിച്ച ഭൂമിയിലേക്ക് അത് സഞ്ചരിക്കും. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നാം അറിവുള്ളവനാകുന്നു. وَمِنَ الشَّيَاطِينِ مَن يَغُوصُونَ لَهُ وَيَعْمَلُونَ عَمَلًا دُونَ ذَلِكَ وَكُنَّا لَهُمْ حَافِظِينَ. അദ്ദേഹത്തിനു വേണ്ടി സമുദ്രത്തിൽ മുങ്ങുകയും അതിനു പുറമെ മറ്റു ജോലികൾ നിർവഹിക്കുകയും ചെയ്യുന്ന ചില പിശാചുക്കളെയും നാം അദ്ദേഹത്തിന് അധീനപ്പെടുത്തി കൊടുത്തു. നാം അവരെ കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു. وَأَيُّوبَ إِذْ نَادَى رَبَّهُ أَنِّي مَسَّنِيَ الضُّرُّ وَأَنْتَ أَرْحَمُ الرَّاحِمِينَ. അയ്യൂബ് നബിയെയും ഓർക്കുക. തീർച്ചയായും എനിക്ക് ബുദ്ധിമുട്ട് പിടിപെട്ടിരിക്കുന്നു. നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാണല്ലോ എന്ന് അദ്ദേഹം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം. فَاسْتَجَبْنَا لَهُ فَكَشَفْنَا مَا بِهِ مِنْ ضُرٍّ وَآتَيْنَاهُ أَهْلَهُ وَمِثْلَهُم مَّعَهُمْ رَحْمَةً مِّنْ عِندِنَا وَذِكْرَى لِلْعَابِدِينَ. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകുകയും തന്നെ ബാധിച്ച കഷ്ടപ്പാടുകളെല്ലാം നീക്കിക്കളയുകയും ചെയ്തു. നമ്മുടെ പക്കൽ നിന്നുള്ളൊരു കാരുണ്യവും നമുക്ക് ഇബാദത്ത് ചെയ്യുന്നവർക്കൊരു പാഠവുമായിക്കൊണ്ട് സ്വന്തം വീട്ടുകാരെയും അവരോടൊപ്പം അത്ര പേരെ വേറെയും അദ്ദേഹത്തിന് നാം നൽകുകയും ചെയ്തു. وَإِسْمَاعِيلَ وَإِدْرِيسَ وَذَا الْكِفْلِ كُلٌّ مِّنَ الصَّابِرِينَ. ഇസ്മായിൽ, ഇദ്രീസ്, ദുൽകിഫിൽ എന്നിവരെയും ഓർക്കുക. ഇവരെല്ലാവരും ക്ഷമാശീലരിൽപ്പെട്ടവരായിരുന്നു. وَأَدْخَلْنَاهُمْ فِي رَحْمَتِنَا إِنَّهُمْ مِنَ الصَّالِحِينَ. നമ്മുടെ കാരുണ്യത്തിൽ അവരെ നാം പ്രവേശിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും അവരെല്ലാം സദ്വൃത്തരിൽപ്പെട്ടവരായിരുന്നു. وَذَا النُّونِ إِذ ذَّهَبَ مُغَاضِبًا فَظَنَّ أَن لَّن نَّقْدِرَ عَلَيْهِ فَنَادَىٰ فِي الظُّلُمَاتِ أَن لَّا إِلَٰهَ إِلَّا أَنتَ سُبْحَانَكَ إِنِّي كُنتُ مِنَ الظَّالِمِينَ. യൂനുസ് നബിയെയും ഓർക്കുക. അദ്ദേഹം കുപിതനായി കൊണ്ടുപോയ സന്ദർഭം അപ്പോൾ തന്റെ മേൽ നാം കുടുസാക്കുകയേയില്ലെന്ന് അദ്ദേഹം ധരിച്ചു. അങ്ങനെ ഇരുട്ടുകളിൽ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്റെ റബ്ബേ, നീയല്ലാതെയൊരു ഇലാഹുമില്ല. നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. തീർച്ചയായും ഞാൻ അക്രമികളിൽപ്പെട്ടവനായിരിക്കുന്നു.
فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. അപ്പോൾ നാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അപ്രകാരം സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുന്നതാണ്. وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين. സക്കരിയ നബിയെയും ഓർക്കുക, എന്റെ റബ്ബേ, എന്നെ നീ പിന്തുടർച്ചക്കാരില്ലാത്ത ഒറ്റയായി വിട്ടുകളയരുതേ, നീ അനന്തരമെടുക്കുന്നവരിൽ ഉത്തമനാണല്ലോ എന്ന് അദ്ദേഹം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം. فاستجبنا له ووهبنا له يحيى وأصلحنا له زوجه إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകുകയും യഹിയായെ പ്രദാനം ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഭാര്യയെ നന്നാക്കി കൊടുക്കുകയും ചെയ്തു. അവരെല്ലാം നല്ല കാര്യങ്ങളിൽ അത്യുത്സാഹം കാണിച്ച് മുന്നോട്ട് വരുന്നവരും ആഗ്രഹിച്ചും ഭയപ്പെട്ടും കൊണ്ട് നമ്മോട് പ്രാർത്ഥിക്കുന്നവരും തന്നെയായിരുന്നു. നമ്മോട് വിനയം കാട്ടുന്നവരുമായിരുന്നു അവർ. أحصنت فرجها فنفخنا فيها من روحنا وجعلناها وبنها آية للعالمين. തന്റെ ചാരിത്രം സൂക്ഷിച്ചു പോന്നവരെ, മറിയം ബീവിയെ ഓർക്കുക, അങ്ങനെ നമ്മുടെ ആത്മാവ് ജിബ്രീൽ മുഖേന അവളിൽ നാം ഊതി അവളെയും മകനെയും നാം ലോകജനതയ്ക്കൊരു ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു. ഇന്ന ഹാദിഹി ഉമ്മതുകും ഉമ്മതൻ വാഹിദതൻ വഅന റബ്ബുകും ഫഅ്ബുദൂൻ. ഓ ജനങ്ങളെ, തീർച്ചയായും ഇത് ഇസ്ലാം നിങ്ങളുടെ മതമാണ്, ഏകമതം, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യുക. തങ്ങൾക്കിടയിൽ മതകാര്യം മനുഷ്യർ കഷ്ണം കഷ്ണമാക്കി മുറിച്ചു കളഞ്ഞു. അവരെല്ലാം നമ്മുടെ അടുക്കലേക്ക് തന്നെയാണ് മടങ്ങി വരിക. فمن يعمل من الصالحات وهو مؤمن فلا كفران لسعيه وإنا له كاتبون. അപ്പോൾ ആരെങ്കിലും സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽപ്പെട്ടത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പരിശ്രമത്തിന്റെ പ്രതിഫലം നിഷേധിക്കപ്പെടുകയില്ല. തീർച്ചയായും നാം അത് രേഖപ്പെടുത്തി വെക്കുന്നവൻ തന്നെയാണ്. وحرام على قرية أهلكناها أنهم لا يرجعون. നാം നശിപ്പിച്ചു കളഞ്ഞ ഏതൊരു ജനതയും ഭൂലോകത്തേക്ക് മടങ്ങി വരികയേയില്ല എന്നതുറപ്പായ കാര്യമാണ്. حتى إذا فتحت يأجوج ومأجوج وهم من كل حدب ينسلون واقترب الوعد الحق فإذا هي شاخصة أبصار الذين كفروا يا ويلنا قد كنا في غفلة من هذا بل كنا ظالمين. അങ്ങനെ യഅജൂജും മഅജൂജും തുറന്നുവിടപ്പെടുകയും അവരാകട്ടെ എല്ലാ ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്നും ഓടിവരുന്നതാണ്. സത്യമായ വാഗ്ദത്ത സമയം അടുത്തെത്തുകയും ചെയ്താൽ അപ്പോൾ സത്യനിഷേധികളുടെ കണ്ണുകൾ മേൽപോട്ട് തുറിച്ചു നിൽക്കുന്നതാണ്. അഹോ ഞങ്ങളുടെ നാശം! തീർച്ചയായും ഞങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് അശ്രദ്ധയിലായിരുന്നു, അല്ല ഞങ്ങൾ അക്രമികൾ തന്നെയായിരുന്നു എന്നവർ പറയും. إنكم وما تعبدون من دون الله حصب جهنم أنتم لها واردون. സത്യനിഷേധികളെ, തീർച്ചയായും നിങ്ങളും അല്ലാഹുവിന് പുറമേ നിങ്ങൾ ആരാധിക്കുന്നവയും നരകത്തിലെ വിറകാണ്. നിങ്ങൾ എല്ലാവരും അതിൽ എത്തിച്ചേരുന്നവരാകുന്നു. لو كان هؤلاء
آلهة ما وردوها وكل فيها خالدون. ഈ വസ്തുക്കൾ യഥാർത്ഥത്തിൽ ഇലാഹുകളായിരുന്നെങ്കിൽ അവ നരകത്തിൽ വന്നു ചേരുകയില്ലായിരുന്നു. എല്ലാവരും അതിൽ നിത്യവാസികളാണ്. لهم فيها زفير وهم فيها لا يسمعون. അവർക്കതിൽ നെടുവീർപ്പുകളുണ്ടായിരിക്കും, അതിൽ അവർ കേൾക്കുകയില്ല. إن الذين سبقت لهم منا الحسنى أولئك عنها مبعدون. തീർച്ചയായും നമ്മിൽ നിന്നാർക്ക് നല്ല വാർത്ത മുൻകടന്നു പോയിട്ടുണ്ടോ അവർ നരകത്തിൽ നിന്ന് ദൂരത്താക്കപ്പെടുന്നവരാണ്. لا يسمعون حسيسها وهم فيما اشتهت أنفسهم خالدون. അതിന്റെ ശബ്ദം പോലും അവർ കേൾക്കുകയില്ല. തങ്ങളുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്നതിൽ അവർ ശാശ്വതമായി വസിക്കുന്നവരാണ്. لا يحزنهم الفزع الأكبر وتتلقاهم الملائكة هذا يومكم الذي كنتم توعدون. അതിഭയങ്കരമായ ഭയം അവരെ ദുഃഖിപ്പിക്കുകയില്ല. ഇതാണ് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ദിവസം എന്ന് അവരെ നേരിൽ കണ്ട് മലക്കുകൾ പറയുകയും ചെയ്യും. يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. എഴുതപ്പെട്ട ഏടുകൾ ചുരുട്ടുന്നത് പോലെ ആകാശത്തെ നാം ചുരുട്ടുന്ന ദിവസം ഓർക്കുക. ആദ്യം സൃഷ്ടിക്കാൻ ആരംഭിച്ചതുപോലെ തന്നെ അതിനെ നാം മടക്കി സൃഷ്ടിക്കുന്നതാണ്. നാം ബാധ്യത ഏറ്റെടുത്ത ഒരു വാഗ്ദാനമാണിത്. തീർച്ചയായും നാം അത് ചെയ്യുന്നവർ, നിറവേറ്റുന്നവർ തന്നെയാകുന്നു. وَلَقَدْ كَتَبْنَا فِي الزَّبُورِ مِن بَعْدِ الذِّكْرِ أَنَّ الْأَرْضَ يَرِثُهَا عِبَادِيَ الصَّالِحُونَ. എന്റെ നല്ലവരായ ദാസന്മാർ ഭൂമിയെ അനന്തരമെടുക്കുക തന്നെ ചെയ്യുമെന്ന് മൂലഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതിനു ശേഷം സബൂറിൽ നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. إِنَّ فِي هَذَا لَبَلَاغًا لِقَوْمٍ عَابِدِينَ. തീർച്ചയായും ഇബാദത്ത് ചെയ്യുന്ന ജനതയ്ക്ക് ഇതിൽ സന്ദേശമുണ്ട്. وَمَا أَرْسَلْنَاكَ إِلَّا رَحْمَةً لِلْعَالَمِينَ. നബിയെ, ലോകത്തുള്ളവർക്കെല്ലാം കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. قُلْ إِنَّمَا يُوحَى إِلَيَّ أَنَّمَا إِلَٰهُكُمْ إِلَٰهٌ واحد فهل أنتم مسلمون. ഓ നബിയെ, താങ്കൾ പറയുക, തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹ് മാത്രമാണെന്നാണ് എനിക്ക് ബോധനം നൽകപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവനെ അനുസരിക്കുന്നുണ്ടോ? فإن تولوا فقل آذنتكم على سواء وإن أدري أقريب أم بعيد ما توعدون. എന്നിട്ടവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞേക്കുക, സത്യനിഷേധത്തിന്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ നിങ്ങളെ ഞാൻ അറിയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നൽകപ്പെടുന്ന താക്കീത് അടുത്ത് തന്നെ പുലരുമോ അതോ കുറെ കാലം കഴിഞ്ഞാണോ പുലരുക എന്നെനിക്കറിഞ്ഞുകൂടാ. إنه يعلم الجهر من القول ويعلم ما تكتمون. തീർച്ചയായും നിങ്ങൾ വ്യക്തമാക്കി പറയുന്ന വർത്തമാനം അവൻ അറിയും, നിങ്ങൾ മറച്ചുവെക്കുന്നതും അവൻ അറിയും. وإن أدري لعله فتنة لكم ومتاع إلى حين. എനിക്കറിയില്ല, ഒരുപക്ഷേ ഈ നീട്ടിയിടൽ നിങ്ങൾക്കൊരു പരീക്ഷണവും ഒരു സമയം വരെ നിങ്ങൾക്കൊരു സുഖസൗകര്യം നൽകിയതുമായിരിക്കാം. قال رب احكم بالحق وربنا الرحمن المستعان على ما تصفون. പറഞ്ഞു, എന്റെ റബ്ബേ,
നീ ഞങ്ങൾക്കിടയിൽ സത്യമായ നിലയ്ക്ക് വിധി നൽകണമേ. ഞങ്ങളുടെ റബ്ബ് കരുണാനിധിയായ അല്ലാഹുവാണ്. അവനെ സംബന്ധിച്ചു നിങ്ങൾ സത്യനിഷേധികൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരായി അവൻ സഹായമർത്ഥിക്കപ്പെടുന്നവനുമാണ്.